ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പ്ലഷറാണ് വണ്ടി, ഹീറോൻ്റെ പ്ലഷർ. നമുക്ക് നിലവിൽ അതിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നാണ് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം, ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം, ബാക്ക് ഷോക്കപ്പ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റിലത്തെ ഓയിൽ ചേഞ്ചും ഫിൽറ്റർ ക്ലീനിങ് ആണ്. അത് നമുക്ക് അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ അത് കൂടാണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ബാക്ക് ഷോക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിലത്തെ ഷോക്ക് അബ്സർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. ആക്ഷനൊക്കെ നോർമൽ രീതിയിൽ തന്നെയാണ്, കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ചും. അതേപോലെ തന്നെ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് നമുക്ക് ഈ സെൽഫ് റിലേയുടെയാണ് കേട്ടോ. ഈ റിലേ യൂണിറ്റ് ഒന്നും മാറ്റിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ സെൽഫ് കോൺടാക്റ്റ് ആവുന്നില്ല, അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റിയിടാം. പിന്നെ ഫിൽറ്റർ നമ്മൾ ഈ ഭാഗത്തേക്ക് ഈ സൈഡാണ് ഫിൽറ്ററൊക്കെ വരാം, അപ്പോൾ ഫിൽറ്ററൊക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നോർമൽ, വേറെ കുഴപ്പമൊന്നുമില്ല, ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് സൈഡും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്, വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റിലത്തെ ഫിൽറ്റർ ക്ലീനിങ് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട വർക്കാണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഈ നിലവിൽ നമ്മൾ അഴിച്ച് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലീക്കൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കൂടാതെ നമ്മൾ ഫിൽറ്ററിനകത്ത് പൊടി കയറി ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റിലത്തെ ഫിൽറ്റർ ക്ലീനിങ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഡേയ്സ്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തേക്ക് റെഡിയാക്കി വിടുന്നുണ്ട്. അപ്പോൾ ആ സെൽഫിൻ്റെ റിലേ യൂണിറ്റ് മാറ്റി നമ്മൾ റീസെറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടും. ഏകദേശം നമുക്കൊരു 4 മണി 4:30 ആവട്ടോ തീരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.